ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും പ്രഭാത ചിന്തയോട് നിങ്ങളെ സമീപിക്കുവാൻ സർവശക്തൻ ഒരുക്കിയ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാത ചിന്ത ഒരു ബുദ്ധവിഹാരത്തിലെ സംഭവം ആകട്ടെ. ആഗ്രഹ നിഗ്രഹണമാണല്ലോ ബുദ്ധവിഹാരത്തിലെ മുഖ്യ ജീവിത ലക്ഷ്യം. എന്നാൽ ബുദ്ധ ശിഷ്യത്വം സ്വീകരിക്കുവാനെത്തിയ സഹോദരങ്ങളായ രണ്ട് യുവാക്കളിൽ ഒരാൾ അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണ്. അയാൾ വളരെ വേദനയോടെ ബുദ്ധനെ സമീപിച്ചു. തൻ്റെ ഹൃദയഭാരം ബുദ്ധനെ അറിയിച്ചു. ലൗകികവും ഭൗതികവുമായ അഭിലാഷങ്ങളാൽ തൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു എന്നും അവയുടെ സാഫല്യതയ്ക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നു എന്നും കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നും ദുഃഖത്തോട് ആ ശിഷ്യൻ അറിയിച്ചു. ബുദ്ധൻ വളരെ സ്നേഹത്തോട് വീരേന്ദ്രൻ എന്ന ശിഷ്യനെ അരികിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം, അവയ്ക്ക് വേഗത്തിൽ ഉത്തരം നൽകണം. ശിഷ്യൻ അത് സമ്മതിച്ചു. ഗുരുവിൻ്റെ ആദ്യ ചോദ്യം, നീ നിന്റെ ആഗ്രഹപ്രകാരമാണോ മനുഷ്യനായി ജനിച്ചത്? വേഗത്തിൽ ശിഷ്യൻ മറുപടി പറഞ്ഞു, അല്ല. രണ്ടാം ചോദ്യം, ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ നീ ഉണർന്നത് നീ ആഗ്രഹിച്ചിട്ടാണോ? അല്ല എന്ന് ശിഷ്യൻ്റെ മറുപടി. നീ ഇത്രമാത്രം വളർന്നതും വിവേകത്തോടെ ഈ ലോകത്ത് ജീവിക്കുന്നതും അനുനിമിഷം ശ്വസിക്കുന്നതും നിമിഷാർത്ഥം മിഴി ചലിപ്പിക്കുന്നതും നിന്റെ ഹൃദയം സ്പന്ദിക്കുന്നതും ഉമ്മുനീർ ഇറക്കുന്നതും ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നതും എന്തിനേറെ പറയണം, നിന്റെ നഖവും മുടിയും വളരുന്നത് പോലും നിന്റെ അനുമതിയോടോ ആഗ്രഹപ്രകാരമോ അല്ല എന്ന സത്യം നീ തിരിച്ചറിയണം. ഗുരുനാഥൻ്റെ ഈ ചോദ്യത്തിന് മുൻപിൽ സത്യത്തിൽ ശിഷ്യൻ്റെ മനമിടറി. അവനൊന്നും മറുപടി പറയാതെ തല താഴ്ത്തി നിന്നു. ഇത് കണ്ട മാത്രയിൽ ഗുരു പറഞ്ഞു, നിന്നെക്കുറിച്ചോ നിന്റെ ശരീരത്തെക്കുറിച്ചോ ഒന്നും അറിയാത്തവനായ നീ പിന്നെ എന്തിന് ലൗകികമായും ഭൗതികമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നു? ഓർക്കുക, നിന്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സത്യത്തിൽ ഈശ്വര കരങ്ങളിൽ നിയന്ത്രിതമാണ്. നന്മയായതു മാത്രം ജീവിതത്തിൽ സംഭവിക്കുവാൻ ഹൃദയശുദ്ധിയായി ജീവിതത്തെ ഈശ്വരന് വിട്ടുകൊടുക്കുവാൻ നാം എപ്പോൾ സന്നദ്ധരാകുന്നോ അപ്പോൾ ജീവിതം ശാന്തി കൊണ്ട് നിറയും. അധികം ആഗ്രഹിച്ച് നിരാശരാകരുത്. അനുഭവിച്ച അനുഗ്രഹങ്ങളെ ഹൃദയത്തിൽ പേറി നന്ദി പറഞ്ഞ് അനുനിമിഷം ജീവിക്കുക. വിശുദ്ധനായ പൗലോസിൻ്റെ സുപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്, ലഭിച്ചതല്ലാതെ എനിക്ക് മറ്റെന്തുള്ളൂ? ഞാൻ നേടി, ഞാൻ സമ്പാദിച്ചു, ഞാൻ സ്വന്തമാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ആത്മീക പക്വതയുടെ പാപ്പരത്വവും യഥാർത്ഥ ഭക്തിയുടെ ശോഷണവും വിനയത്തിൻ്റെയും വിവേകത്തോടു കൂടിയ വിധേയത്വത്തിൻ്റെയും അപര്യാപ്തതയും ദർശിക്കുവാൻ നമ്മൾക്ക് കഴിയും. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നിർമ്മലവും നിഷ്കളങ്കമായതൊക്കെയും ചിന്തിക്കുവാൻ വിശുദ്ധനായ പൗലോസ് പരസ്യമായി പിന്നെയും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആഗ്രഹ നിഗ്രഹണം നമ്മിലും സഫലമാകട്ടെ. സമ്പൂർണ്ണ ദൈവിക നിയന്ത്രണത്തിനായി നമുക്കും ജീവിതത്തെ സൃഷ്ടികർത്താവിന് കൈമാറിക്കൊടുക്കാം. പൂർണ്ണമായി സൃഷ്ടാവിന് സൃഷ്ടി വിധേയമാകുമ്പോൾ സൃഷ്ടാവിൻ്റെ നിയന്ത്രണത്തിൽ സൃഷ്ടി ചലിക്കുന്ന ദിവ്യ അനുഭവം ഉണ്ടാകും. വാസ്തവത്തിൽ അതാണ് സമ്പൂർണമായ സന്തോഷത്തിൻ്റെ ജീവിത അനുഭവം. സർവശക്തൻ അതിന് നമ്മെ ഒരുക്കട്ടെ. ഏവർക്കും ശുഭദിനം. നന്ദി.